ഹായ് ഗായ്സ്, വെൽക്കം ടു USM Mallu. ഐ ആം അതുൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിസ ഇന്റഗ്രിറ്റി ഫീയെ കുറിച്ചാണ്. അപ്പോൾ ഇത് ഒരു ഒക്ടോബർ സമയത്തൊക്കെ ഇത് ബില്ലായി അത് പാസ്സായ ഒരു സംഭവമാണ്. എല്ലാവർക്കും അറിയാം. വിസ ഇന്റഗ്രിറ്റി ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി പേ ചെയ്യുന്ന $185. അതാണ് സ്റ്റാൻഡേർഡിൽ. 160 to 185 ആണ് റേഞ്ച് പല പല വിസയ്ക്ക്. ഇപ്പോൾ B1 B2 വിസ നമ്മൾ പേ ചെയ്യുന്നത് $185, അതായത് ഇന്ത്യൻ മണി ഏകദേശം 17,200 രൂപ അടുത്ത് വരും. സോ $250 വിസ ഇന്റഗ്രിറ്റി ഫീ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിസ ടേംസ് ലംഘിക്കാതിരിക്കാൻ വേണ്ടി ആണ് ഈ ഫീ എന്ന് പറയുന്നെങ്കിൽ കൂടെ അഡീഷണൽ ആയിട്ടുള്ള റവന്യൂ ജനറേഷൻ പ്ലാറ്റ്ഫോമാണ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എല്ലാവരും പോകുന്ന US പോയിട്ട് 90% ആൾക്കാർ അവിടെ നിൽക്കുകയാണ് പതിവ്. സോ അവർക്ക് ആ പൈസ ഒരു ഇൻകം കൂടെയാണ്. സോ വിസ ഇന്റഗ്രിറ്റി ഫീയെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഈ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നോർമലി നമ്മളുടെ വിസ ഫീസ്, അതായത് $185 മെഷീൻ റീഡബിൾ വിസ, അതാണ് MRV ഫീസ്. MRV ഫീസ് കളക്ട് ചെയ്യാൻ നമ്മൾ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് $185 അല്ല 17,200 രൂപ കളക്ട് ചെയ്യും. പക്ഷെ അത് ഇന്റർവ്യൂവിന് മുമ്പാണ് കളക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ $250 വിസ ഇന്റഗ്രിറ്റി ഫീ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കളക്ട് ചെയ്യുന്നത് നിങ്ങൾ ഇന്റർവ്യൂവിന് പോയി വിസ അപ്രൂവായി, നിങ്ങൾക്ക് വിസ അപ്രൂവായെന്ന് പറയുന്ന സമയത്താണ് നിങ്ങൾക്ക് വിസ ഇന്റഗ്രിറ്റി ഫീ കളക്ട് ചെയ്യുന്നത്. അത് കോൺസുലേറ്റിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് പേ ചെയ്യണം. പല ആൾക്കാരും പറയുന്നുണ്ട് ഇതിനു വേണ്ടി എക്സ്ട്രാ ടൈം അവിടെ ക്യൂ ഉണ്ടാകും, അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് ഉണ്ടാകും എന്നൊക്കെ പറയുമെങ്കിൽ കൂടി ആ ബുദ്ധിമുട്ടുകളെല്ലാം അവരിപ്പോൾ കൺസിഡർ ചെയ്യാതെ തന്നെയാണ് ഈ ഫീയുടെ ഇംപ്ലിമെന്റേഷൻ നടത്തിക്കുന്നത്. ജനുവരി 1 മുതൽ തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നേ പോലും ഇപ്പോൾ പറയുന്നത് ജനുവരി 21, അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ച വിസ അപ്രൂവ് ആയ ആൾക്ക് പോലും ഇതുവരെ വിസ ഇന്റഗ്രിറ്റി ഫീ ചാർജ് ആയിട്ടില്ല. സോ കറക്റ്റ് ആയിട്ടൊരു ഡേറ്റ് പറയാന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വനാണ്. പക്ഷേ ഇന്ന് മുതൽ വിസ അപ്രൂവ് ആകുന്ന ആൾക്കാർക്ക് ഈ ഫീ ചാർജ് ആകുമെന്നാണ് പറയപ്പെടുന്നത്. സോ B1 B2 വിസയുടെ കേസ് പറയുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 17,200 രൂപയാണ് വിസ ഫീസ് എങ്കിൽ 21 ജനുവരി കഴിയുമ്പോഴത്തേക്ക് 40,200 രൂപ വരും. അതായത് $185 MRV ഫീയും അതിൻ്റെ കൂടെ നമുക്ക് $250 വിസ ഇന്റഗ്രിറ്റി ഫീയും, ഈ രണ്ട് ചേർന്ന് ഏകദേശം 40,500 രൂപയ്ക്ക് അടുത്ത് നമുക്ക് വിസയുടെ ഫീസ് മാത്രമായിട്ട് നമ്മൾ ചാർജ് ആവും. അതിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് മുമ്പ് അടയ്ക്കേണ്ടത് 17,200 ഉള്ളൂ. വിസ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം മതി ബാക്കി $250. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം വിസ കിട്ടാത്ത ആൾക്കാർ ഈ $250 കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ഈ 17,200 രൂപയാണ് നിങ്ങളുടെ വിസ ഫീസ് സ്റ്റാൻഡേർഡ്. സോ ഇതിന്റെ റീഫണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയാം. ഇത് ഇന്റഗ്രിറ്റി ഫീ തിയറിറ്റിക്കലി റീഫണ്ടബിൾ ആണെങ്കിലും വിസ എക്സ്പിരിയേഷൻ കഴിഞ്ഞിട്ട്, പക്ഷേ നിങ്ങളുടെ വിസയുടെ റൂൾസുമായിട്ടുള്ള കംപ്ലയൻസ് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ നിങ്ങൾക്ക് ഈ റീഫണ്ടിന് എലിജിബിലിറ്റി ഉണ്ടാവൂ. ഒന്നാമത്തെ, നിങ്ങളുടെ വിസയുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും മീറ്റ് ചെയ്യണം. നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ, ഫോർ എക്സാമ്പിൾ ഓവർ സ്റ്റേ, എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ്. രണ്ടാമത്തെ, ഒരിക്കലും നിങ്ങൾ നോൺ ഇമിഗ്രന്റ് വിസയിൽ എംപ്ലോയ്മെന്റ് ചെയ്യാൻ പാടില്ല. F1 വിസയിലുള്ള സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന് ചെയ്യാം. സോ അതല്ലാതെ B1 B2 വിസയിൽ പോയിട്ട് എംപ്ലോയ്മെന്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിസ ടേംസ് ലംഘിക്കും. ഈ $250 ഒരിക്കലും നിങ്ങൾക്ക് റീഫണ്ട് ആയി കിട്ടില്ല. പിന്നെ നിങ്ങളുടെ ഗ്രേസ് പീരീഡ് I-94 എക്സ്പിരിയേഷൻ, അതായത് നിങ്ങൾക്ക് എയർപോർട്ടിൽ നിങ്ങൾ വൺസ് നിങ്ങൾ ഇവിടെ കസ്റ്റംസിൽ എൻട്രി ആയി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ I-94 റെക്കോർഡ് ഓണായി. ഈ I-94 ഗ്രേസ് പീരീഡിനേക്കാളും 5 ദിവസം മുമ്പെങ്കിലും നിങ്ങൾ US നിന്ന് ഡിപ്പാർട്ട് ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ, ഞാൻ ട്രാവൽ ചെയ്യുന്നത് ജനുവരി 26 ഞാൻ അവിടെ പോയിട്ട് എൻ്റെ I-94 നമ്മൾ അവർ ഇട്ടിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മാർച്ച് ആണെന്ന് വെച്ചോ. ആ മാർച്ചിൽ മാർച്ച് 5-ാം തീയതി, മാർച്ച് 10-ാം തീയതി ആണെങ്കിൽ അതിൻ്റെ മാർച്ച് 5-ാം തീയതിയെങ്കിലും ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ റീഫണ്ടിന് എലിജിബിലിറ്റി ഉണ്ടാവും. പിന്നെ റീഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റീഫണ്ടിൻ്റെ കാലതാമസത്തെക്കുറിച്ച് പറഞ്ഞു വരാം. നിങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ട് എക്സിറ്റ് ആയിക്കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടില്ല കേട്ടോ. നിങ്ങളുടെ വിസയുടെ കാലാവധി, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10 വർഷത്തെ B1 B2 വിസയാണ് നിങ്ങൾക്ക് അടിച്ചിരിക്കുന്നതെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വിസ വീണ്ടും റിന്യൂ ചെയ്യേണ്ട ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ നിങ്ങൾ റിന്യൂ ചെയ്ത് ആ ഡെപ്പോസിറ്റ് അവിടെ തന്നെ കിടക്കുന്നതായിരിക്കും. അതുകൂടെ മനസ്സിലാക്കുക. ഹൗ റീഫണ്ട്സ് ആർ പ്രോസസ്ഡ്.
റീഫണ്ട് എപ്പോഴും നമ്മൾ മാനുവലായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും, ഓട്ടോമാറ്റിക്കായിട്ടൊന്നും പ്രോസസ് ആകത്തില്ല. ഇതിന് സപ്പോർട്ടിങ് ഡോക്യുമെന്റേഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ ഫുൾ കംപ്ലൈന്റ് ആയിരിക്കും, നിങ്ങളുടെ വിസ റൂൾസ് എല്ലാം നിങ്ങൾ കംപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ വിസ എക്സ്പയർഡ് ആകുന്ന വരെ വെയിറ്റ് ചെയ്യുകയും വേണം ബിഫോർ റിക്വസ്റ്റിംഗ് എ റീഇംബേഴ്സ്മെന്റ്. പിന്നെ നിങ്ങളുടെ US കൺഗ്രഷണൽ ബജറ്റ് ഓഫീസിന്റെ ഒരു എക്സ്പെക്ടേഷൻ പ്രകാരം ഒരു സ്മാൾ നമ്പർ ഓഫ് പീപ്പിൾ, അത് വളരെ കുറച്ച് ആൾക്കാർ റീഫണ്ടിന് റിക്വസ്റ്റ് ചെയ്യുള്ളൂ. കാരണം മോസ്റ്റ് ഓഫ് ദ നോൺ ഇമിഗ്രന്റ് വിസാസ് ആർ ലൈക്ക് ദ ഡ്യൂറേഷൻ ഈസ് വെരി ഹ്യൂജ്, ലൈക്ക് 10 years, 5 years. സോ ഈ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ $250 കുറിച്ച് ബോധേഡാവില്ല. They don't want to get into trouble requesting reimbursements. They don't want to give documentation. They don't want to have all this hassle, troubling them. So the US Congressional Committee is expecting that a small number of people will only seek a refund. So അതാണ് അവരുടെ എക്സ്പെക്ടേഷൻ. പിന്നെ ചില ആൾക്കാർ ചിലപ്പം 10 വർഷം കഴിയുമ്പോൾ വിസ വേണ്ടെന്നുണ്ടെങ്കിൽ അവർ റീഫണ്ട് റിക്വസ്റ്റ് ചെയ്യാം. ദാറ്റ്സ് അപ് ടു ദം. They need to provide sufficient documentation as well. വിസ ഡിനേ ആയി കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസ ഡിനേ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ റിജക്റ്റ് ആയി, നിങ്ങൾക്ക് ഒരു ഫീസും പേ ചെയ്യേണ്ട. സ്റ്റാൻഡേർഡ് MRV ഫീസ് ദാറ്റ് ഈസ് $185, അതായത് 17,200 മാത്രം അടച്ചാൽ മതി. വിസ നിങ്ങൾക്ക് അക്സെപ്റ്റ് ആയി, അപ്രൂവ് ആയി മാത്രം നിങ്ങൾ കോൺസുലേറ്റിൽ ഈ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യണം. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ട എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. തുടർന്നും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.